Hi friends, welcome. So മാർക്കറ്റ് ഓപ്പൺ ആയി ഫസ്റ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്യണം. ഞാൻ എൻ്റെ കീ ലെവൽസ് ഒക്കെ മാർക്ക് ചെയ്ത് വെയിറ്റ് ചെയ്യുന്നു. മാർക്കറ്റ് എവിടെയാണ് സപ്പോർട്ട് എടുക്കുന്നത്, എവിടെയാണ് റെസിസ്റ്റൻസ് എടുക്കുന്നത് നോക്കാം. ഞാൻ ഇന്ന് ഷോർട്ട് എൻട്രിക്കാണ് പ്രിഫർ ചെയ്യുന്നത്. കാരണം ഇന്നലെ നല്ലൊരു ഷാർപ്പ് ഫാൾ ആയിരുന്നു. മാർക്കറ്റ് ഇന്ന് ജസ്റ്റ് ഒന്ന് അപ്സൈഡ് പോകുന്നത് പോലെ കാണിച്ചിട്ട് താഴോട്ട് വീണ് എന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ അതിനനുസരിച്ചായിരിക്കും ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്യുന്നത്. ട്രേഡ് എടുക്കുന്ന സമയത്ത് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, മാർക്കറ്റ് ഇങ്ങനെ സ്ലോലി മുകളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ സെൻസെക്സിന്റെ കോൾ ഓപ്ഷൻ മുകളിലോട്ട് പോകുന്നില്ല, അങ്ങനെ ഹോൾഡ് ചെയ്ത് നിൽക്കുകയാണ്. എന്നാൽ ഒരു വീക്ക്നെസ്സും കാണിക്കുന്നില്ല. സോ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, വെറുതെ വെയിറ്റ് ചെയ്യണം. കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും ഞാൻ വാച്ച് ചെയ്യുന്നുണ്ട്. ഇവിടെ കാണാം പൊസിഷൻ ഇല്ല, ഓർഡർ ബുക്കിൽ ഇതൊരു ഓർഡർ ഒന്നും പ്ലേസ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പം ഞാൻ ഞാനിവിടെ കോൾ ഓപ്ഷൻ ഷോർട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. എക്സ്പയറി ഡേ ആണ്. ഇന്നലെ നല്ലൊരു ഡൗൺ സൈഡ് ട്രെൻഡിങ് ഡേ ആണ്. കണ്ടില്ലേ, അത്യാവശ്യം നല്ലൊരു ട്രെൻഡാണ്. സോ ഈ ട്രെൻഡ് ഫുള്ള് റിവേഴ്സ് ആവും, മുകളിലോട്ട് റിവേഴ്സ് ആകുമെന്ന് ഞാൻ കരുതുന്നില്ല. സംവെയർ നിയർ റെസിസ്റ്റൻസ് എടുത്തിട്ട് മാർക്കറ്റ് കൺസോളിഡേഷൻ നടത്താനുള്ള സാധ്യതയുണ്ട്. സോ അതിനനുസരിച്ച് അതിൻ്റെ എബോ ഒരു കോൾ ഓപ്ഷൻ സെല് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം മോശമല്ലാത്തൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കും. അതാണ് എൻ്റെ വ്യൂ. എൻ്റെ വ്യൂ റോങ് ആയാൽ ചെറിയൊരു ലോസ് ബുക്ക് ചെയ്ത് മാർക്കറ്റിൽ നിന്ന് മാറിയേക്കും. ഓക്കെ, എന്തായാലും എൻട്രി എടുക്കുന്ന സമയത്ത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, മാർക്കറ്റ് ഒരു റെഡ് ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, വലിയ റെഡ് ക്യാൻഡിൽ. ഞാനിവിടെ ഓർഡറും പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇരുന്നൂറിലാണ് ഓർഡർ വെച്ചിരിക്കുന്നത്. ഇപ്പൊ മാർക്കറ്റ് അവിടെ 160-ലാണ്. ചെറിയൊരു പുൾ ബാക്ക് മുകളിലോട്ട് തന്നിട്ട് പോകുന്ന പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 200-ൽ എക്സിക്യൂട്ട് ആവും. ഒരു 80 പോയിന്റ് സ്റ്റോപ്പ് ലോസ്, 1600 രൂപ സ്റ്റോപ്പ് ലോസ്. കുറച്ച് ചെറിയ പൊസിഷനേ എടുക്കുന്നുള്ളൂ. സെൻസെക്സ് ആണ്, എങ്ങനെ വേണോ മൂവ് ചെയ്യാം. സോ എന്തായാലും വെയിറ്റ് ചെയ്യാം. ഓർഡർ കിട്ടുമോ ഇല്ലേ എന്നുള്ളതൊന്നും അറിയില്ല. ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഇന്നത്തെ ട്രേഡ് ഞാൻ അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് 1-2 ട്രേഡ് കൂടുതൽ എടുത്തിട്ടുണ്ട്. കാരണം ഫസ്റ്റ് ട്രേഡ് എടുക്കാൻ വേണ്ടി ഇവിടെ ഞാൻ വെയിറ്റ് ചെയ്തു. ഇവിടെ ഒരു ബിഗ് ക്യാൻഡിൽ വന്നു, അപ്പോൾ ആ ട്രേഡ് മിസ്സായി. സോ അടുത്ത് ബോട്ടം ലെവലിൽ വന്നിട്ട് സപ്പോർട്ട് എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. അതും സംഭവിച്ചില്ല. ഇവിടെ നിന്ന് ഒരു ബിഗ് ക്യാൻഡിൽ വന്നിട്ട് അതും മിസ്സാവുകയാണ് ചെയ്തത്. സോ ഞാൻ അടുത്ത് ഈ ക്യാൻഡിൽ ഫോം ചെയ്ത സമയത്ത് ഇവിടെ ഒരു കോൾ ഓപ്ഷൻ, 2 കോൾ ഓപ്ഷൻ സെല് ചെയ്തു. കണ്ടില്ലേ, 107-ന് 112-ന് അല്ല 200-ന് ആണ് സെല് ചെയ്തത്. ഒരു കോൾ ഓപ്ഷൻ സെല് ചെയ്തു 200-ന്. അത് ഏകദേശം 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്തു. വെയിറ്റ് ചെയ്തിട്ട് ഈ ഒരു ക്യാൻഡിലുണ്ട്. ഈ ക്യാൻഡിൽ കണ്ടപ്പോൾ ഞാനത് എക്സിറ്റ് ചെയ്യാണ് ചെയ്തത്. കാരണം നോർമലി മാർക്കറ്റ് വീഴുകയാണെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ഒരു ഡോജിയൊക്കെ ക്രിയേറ്റ് ചെയ്ത് ജസ്റ്റ് ഒരു പുൾ ബാക്ക് ഒക്കെ മുകളിലോട്ട് തന്നിട്ട് വീഴാനാണ് സാധ്യത കൂടുതൽ. സോ ഞാൻ എക്സ്പെക്ട് ചെയ്തതുപോലെ മാർക്കറ്റ് ബിഹേവ് ചെയ്തില്ല. ഞാനത് എക്സിറ്റ് ചെയ്തു. ദെൻ എടുത്തത് ഈ ഒരു ക്യാൻഡിലിന്റെ ലോയിലാണ്. ഈ ഒരു ക്യാൻഡിൽ, അതായത് ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ കഴിഞ്ഞ് വീണ്ടും 2 റെഡ് ക്യാൻഡിൽ കാണിച്ചപ്പോൾ ഇതിന്റെ ലോയിൽ താഴോട്ട് പോകും എന്നുള്ള എക്സ്പെക്ടേഷനിൽ വീണ്ടും ഒരു ട്രേഡ് എടുത്തു. അതും കറക്റ്റായിട്ട് പോയില്ല. അതും ചെറിയൊരു പ്രോഫിറ്റിൽ ഈ ക്യാൻഡിലിന്റെ അവിടെയൊക്കെ എത്തിയപ്പോൾ ഓപ്ഷൻ സെല്ലിംഗ് ആയതുകൊണ്ട് തന്നെ ടൈം ഡിക്കേയുടെ ബെനിഫിറ്റ് കൊണ്ട് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയില്ല. അല്ല, ഓപ്ഷൻ ബൈങ് ആണ് ചെയ്തെങ്കിൽ ഉറപ്പായിട്ട് ഇവിടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയനെ. സോ അതും 60-നെടുത്ത് ചെറിയൊരു പ്രോഫിറ്റിൽ തന്നെ എക്സിറ്റ് ആയി. പിന്നെ വെയിറ്റ് ചെയ്തിരുന്നു. മാർക്കറ്റ് ഫുൾ കംപ്ലീറ്റ്ലി സൈഡ് വൈസ് ആയിരുന്നു. പിന്നെ ഇവിടെ 2 കോൾ ഓപ്ഷൻ സെല് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ് ഫുള്ള് സൈഡ് വൈസ് ആയതുകൊണ്ട് തന്നെ ചെറിയ പോയിന്റ് ക്യാച്ച് ചെയ്ത് എക്സിറ്റ് ചെയ്യുക എന്നുള്ള ഒരു പ്ലാൻ ആയിരുന്നു. അടുത്ത് 2 കോൾ ഓപ്ഷൻ സെല് ചെയ്തത് കണ്ടില്ലേ, ഈ ബിഗ് ക്യാൻഡിലിന്റെ ലോയിൽ അടുത്ത ഗ്രീൻ ക്യാൻഡിൽ വന്നപ്പോഴാണ് അടുത്ത് 2 കോൾ ഓപ്ഷൻ ഇവിടെ സെല് ചെയ്തു. നോക്കിയാൽ കാണാം 10.55-നാണ് സെല് ചെയ്തത്. ദെൻ കുറച്ചുകൂടെ മുകളിൽ ഹൈ പ്രൈസ് കിട്ടിയപ്പോൾ 112-ന് ഒരു ലോട്ട് കൂടെ സെല് ചെയ്തു. 2 എക്സിറ്റ് ചെയ്തത് 90 രൂപയ്ക്കാണ്. അതായത് ഈ ക്യാൻഡിൽ വന്നപ്പോൾ, ഈ റെഡ് ക്യാൻഡിൽ വന്നപ്പോൾ ടൈം ഡിക്കേയുടെ ബെനിഫിറ്റ് കൊണ്ട് അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് വന്നു. അതായത് ഒരു 30 പോയിന്റ്സ് അടുപ്പിച്ച് പ്രോഫിറ്റ് കിട്ടിയപ്പോൾ എക്സിറ്റ് ചെയ്തത്
30 10-15 പോയിന്റ്സിന്റെ അടുപ്പിച്ച് കിട്ടിയപ്പോൾ എക്സിറ്റ് ചെയ്തു. കാരണം ഫുൾ കംപ്ലീറ്റ്ലി സൈഡ് വൈസ് ആയിരിക്കുന്ന മാർക്കറ്റിൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. ചെറിയ ചെറിയ പോയിന്റ്സ് ക്യാച്ച് ചെയ്ത് എക്സിറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ചെയ്യാൻ പറ്റൂ. കാരണം തിക്ക് കൺസോൾട്ടേഷൻ ആണെങ്കിൽ ഏത് സമയവും നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ടോ നമുക്ക് അനുകൂലമായിട്ടോ ഒരു ബ്രേക്കൗട്ട് ഉണ്ടാവാം. സോ ഓരോ ദിവസം ഓരോ ടൈപ്പ് മാർക്കറ്റാണ്. അതിനനുസരിച്ച് നമ്മുടെ സ്ട്രാറ്റജിയിൽ ചെറിയ വ്യത്യാസം വരുത്തേണ്ടതുണ്ട്. സോ അടുത്ത എൻട്രി എടുത്തത് ഒരു ലോട്ട് 12 മണിക്കാണ്. 12 മണിക്ക് ഒരു റെഡ് ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് അടുത്ത എൻട്രി എടുത്തത്. സോ അത് ഈ ലോ പോയിന്റിലൊക്കെ ഒരു 30 പോയിന്റ് തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ കാണാം 200 രൂപയ്ക്ക് സെല് ചെയ്ത് 167 രൂപയ്ക്ക് ഒരു 33 പോയിന്റ്സ് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് എക്സിറ്റ് ആയി. ഇതൊക്കെ സ്റ്റോപ്പ് ലോസ് അത്രയ്ക്കും ചെറുതാണ്. ഈ ടൈനി ക്യാൻഡിൽസിന്റെ ഒക്കെ ഹൈ ആണ് സ്റ്റോപ്പ് ലോസ് വെക്കുന്നത്. ഒരു 10 രൂപ 12 രൂപ 20 രൂപയൊക്കെ സ്റ്റോപ്പ് ലോസ് ഉള്ളൂ. സോ അങ്ങനെയാണ് ഇന്ന് ട്രേഡ് ചെയ്തത്. ഇതാണ് ഇന്നത്തെ പ്രോഫിറ്റ്. ഇന്നങ്ങനെ വലിയ ട്രേഡൊന്നും കിട്ടിയില്ല. രാവിലെ ഒരു ട്രേഡ് എടുത്തിരുന്നു. ഇവിടെ നോക്കിയാൽ കാണാം പലതവണ ഹൈ കീപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് എക്സിറ്റ് ചെയ്യാണ് ചെയ്തത്. സോ ഞാൻ എക്സ്പെക്ട് ചെയ്തത് മാർക്കറ്റ് ഇങ്ങനെ, അതായത് ഹയർ പ്രൈസിൽ സസ്റ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു അപ്സൈഡ് സാധ്യത ഉള്ളത് കൊണ്ട് ഞാനത് എക്സിറ്റ് ചെയ്യുക ചെയ്തത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ട്രേഡ്. വേറൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ ബൈ.